പാർട്ടി സമ്മേളനത്തിനൊരുങ്ങുകയാണ് കൊല്ലത്ത് നടക്കാനിരിക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇക്കുറി അരി മാത്രമല്ല പച്ചക്കറി കൃഷിയും അവസാന ലാപ്പിലാണ്. വിപ്ലവമണ്ണായ ശൂരനാട്ടിൽ കഴിഞ്ഞ ഡിസംബർ 26-ന് കൃഷി തുടങ്ങി ഈ മാസം 25-ന് മന്ത്രി KN ബാലഗോപാല വിളവെടുപ്പ് നടത്തും. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. വിനീഷ, വെരി ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് നിന്നല്ല, ശൂരനാട്ടെ കൃഷിഭൂമിയിൽ നിന്നാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം അല്ലേ? തീർച്ചയായിട്ടും അത് വെറും മണ്ണല്ല. ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ചുവന്ന മണ്ണ് എന്നുകൂടി പറയാം. കാര്യം ശൂരനാട് വിപ്ലവം അത് ഉറങ്ങുന്ന ഒരു മണ്ണാണ്. അതിൻ്റെ സ്മരണകൾ എരമ്പുന്ന ഒരു മണ്ണിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഇപ്പോൾ വിനീഷ സൂചിപ്പിച്ചതുപോലെ ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ CPIMൻ്റെ സംസ്ഥാന സമ്മേളനം 30 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊറ്റങ്കരയിൽ നിന്ന് നമ്മൾ ലൈവ് ചെയ്യുന്നു. അവിടെ ഈ സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ആ ഭക്ഷണം തയ്യാറാക്കുന്നത് കൊറ്റങ്കരയിലെ നെല്ല്, ഉമാ നെല്ല് അവിടെ വിത്ത് വിതച്ചു. അതിപ്പോൾ കൊയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ലൈവ് നമ്മൾ കൊടുത്തിരുന്നു. പച്ചക്കറി, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സിനുള്ള ഈ ഭക്ഷണത്തിനുള്ള പച്ചക്കറി സ്വയം പാർട്ടി തന്നെ കൃഷിയാണ്. കേരള കർഷക തൊഴിലാളി യൂണിയൻ, അതുപോലെ പാർട്ടി എല്ലാവരും ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ മണ്ണിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ പുറകിൽ ഈ കാണുന്നവരൊന്നും പാർട്ടി പ്രവർത്തകർ അല്ലെ കർഷക തൊഴിലാളി യൂണിയൻ അങ്ങനെയല്ല, അവരെല്ലാം കർഷകരാണ്. ഈ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ്, കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇപ്പോൾ നമ്മുടെ കൂടുതൽ ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്? നമ്മൾ വെള്ളരിക്ക ഉണ്ട്, അതുപോലെ മത്തങ്ങ ഉണ്ട്, മുളകുണ്ട്, പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്, തണ്ണിമത്തനുണ്ട്, പടവളുണ്ട്, വഴുതനയുണ്ട്, കുക്കുംബറുണ്ട്, പാവലുണ്ട്, പടവളങ്ങയുണ്ട്, തക്കാളിക്ക. ഇതെല്ലാം തൃശ്ശൂർ മണ്ണൂത്തി സർവകലാശാലയിൽ നിന്നും ഹൈബ്രിഡ് ചെയ്ത തൈ ഡിസംബർ 26-ന് വിപ്ലവ ശൂരനാടിൻ്റെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഖാക്കൾ തന്നെ വളരെ ഉത്തരവാദിത്വം എടുത്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മുഴുവൻ പ്രതിനിധികൾക്കും, CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രതിനിധികൾക്കും ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള ജൈവ പച്ചക്കറി കൊടുക്കാൻ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഡിസംബർ 26-ന് വാനാവൂർ നാഗപ്പൻ കർഷക തൊഴിലാളികളുടെ സംസ്ഥാന പ്രസിഡന്റ് വിത്ത് നടിയിൽ നട്ടു. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മറ്റന്നാളിൽ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ വിളവെടുപ്പ് മഹോത്സവം നടത്തണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ ശൂരനാട് ഇപ്പം ഇങ്ങനെ ഒരു കൃഷി ചെയ്യുമ്പോൾ ഈ പ്രകൃതി, ഈ മണ്ണ് നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. CPIMൻ്റെ സംസ്ഥാന സമ്മേളനം 30 വർഷത്തിന് ശേഷം കൊല്ലത്ത് വെച്ച് നടക്കുകയാണ്. മാർച്ച് 6 മുതൽ 9 വരെ തീയതികളിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധി സഖാക്കൾക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള പച്ചക്കറി ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞങ്ങൾ ശൂരനാട്ടുകാർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിലൂടെ ചരിത്ര സംഭവമായി മാറാൻ പോകുന്ന CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വിനീഷ, അതായി കണ്ടില്ലേ, ഏറ്റവും നല്ല നിലയിലുള്ളതാണ് ഇത്. വിളവ് കണ്ടോ? ഇതൊക്കെ നമ്മൾ കാണണം. ഇത് മനുഷ്യനെ മണ്ണിനോട് ചേർത്ത് നിർത്തുകയാണ് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം. അവരുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സിന് ഉൾപ്പെടെയുള്ളവർക്ക്, അതിഥികൾക്കെല്ലാം അവർക്ക് വിളമ്പുന്നുള്ള ഭക്ഷണത്തിനാണ് ഇതെല്ലാം ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇത് നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ചെയ്തിരുന്നു നെല്ല്. അവിടെയും ഇതുപോലെ 200 പറ നെല്ല് കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ. ഒരു 20-30 ദിവസം സമ്മേളനം നടന്നാൽ പോലും കൊടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനുള്ള നെല്ലറ അവിടെ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇവിടെ നമ്മുടെ കൊല്ലം ജില്ലയുടെ മറ്റൊരു വടക്കൻ മേഖലയിൽ നിന്നിട്ടുള്ള ഈ ശൂരനാടിൻ്റെ മണ്ണിൽ നിന്നുള്ള ഈ പച്ചക്കറി കൃഷിയും ഇപ്പോൾ നടക്കുന്നത്. വിനീഷ, ശരി രാജ്കുമാർ, നടക്കട്ടെ കാര്യങ്ങൾ.